എവ്രിവൺ. മാർട്ട സലീനാസ് എഴുതിയിട്ടുള്ള ദ സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്ന സ്റ്റോറിയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഒരു പ്രത്യേക മേഖലയിൽ ഒരാളുടെ മികവിന് നൽകുന്ന അംഗീകാരമാണ് അവാർഡ്, അല്ലേ? നിങ്ങൾ എപ്പോഴെങ്കിലും അത്തരത്തിലൊരു അവാർഡ് ലഭിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടിട്ടുണ്ടോ? ഓക്കെ, നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന സ്റ്റോറിയിൽ മാർട്ട സലീനാസ് തൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ നേരിടേണ്ടി വന്നിട്ടുള്ള തടസ്സങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. Now let me introduce the author. Marta Salinas, born on 1949, is a native of Coalinga, California. 1949 ജനിച്ച മാർട്ട സലീനാസ് കാലിഫോർണിയയിലെ കൊലിംഗ സ്വദേശിയാണ്. She graduated in creative writing from the University of California at Irvine. ഇർവിനിലെ കാലിഫോർണിയ സർവകലാശാലയിൽ നിന്നാണ് അവർ ക്രിയേറ്റീവ് റൈറ്റിംഗിൽ ബിരുദം നേടിയത്. The Scholarship Jacket is one of the several short stories Salinas has published in journals and collections. സലീനാസ് ജേണലുകളിലും മറ്റു സമാഹാരങ്ങളിലും പ്രസിദ്ധീകരിച്ചിട്ടുള്ള നിരവധി ചെറുകഥകളിൽ ഒന്നാണ് സ്കോളർഷിപ്പ് ജാക്കറ്റ്. So now let's move on to the chapter. The small Texas school that I went to had a tradition carried out every year during the 8th grade graduation. A beautiful gold and green jacket was awarded to the valedictorian, the student who had maintained the highest grades for 8 years. ഞാൻ പഠിച്ചിരുന്ന ടെക്സാസിലെ ചെറിയ സ്കൂളിൽ എല്ലാ വർഷവും 8ാം ക്ലാസ് കഴിയുന്ന സമയത്ത് ഒരു ട്രഡീഷൻ ഉണ്ടായിരുന്നു. അതായത് ഒരു ചടങ്ങുണ്ടായിരുന്നു. എന്താണ് ആ ചടങ്ങ്? 8 വർഷമായിട്ട് ഏറ്റവും ഉയർന്ന ഗ്രേഡ്സ് നിലനിർത്തിയിട്ടുള്ള ക്ലാസ് വാലഡിക്ടോറിയന് മനോഹരമായിട്ടുള്ള സ്വർണവും പച്ച നിറത്തിലുള്ളതുമായിട്ടുള്ള ജാക്കറ്റ് സമ്മാനിച്ചിരുന്നു. സോ ഡു യു നോ ഹു ഈസ് എ വാലഡിക്ടോറിയൻ? വാലഡിക്ടോറിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലാസ്സിലെ ഏറ്റവും ഉയർന്ന മാർക്ക് നേടിയിട്ടുള്ള കുട്ടി. The scholarship jacket had a big gold S on the left front side and your name written in gold letters on the pocket. സ്കോളർഷിപ്പ് ജാക്കറ്റിൻ്റെ മുൻഭാഗത്തായിട്ട് ഇടതുവശത്ത് ഒരു വലിയ സ്വർണ്ണ നിറത്തിലുള്ള എസ് എന്ന ലെറ്റർ ഉണ്ടായിരുന്നു. അതിൻ്റെ പോക്കറ്റിലാവട്ടെ ആ ജാക്കറ്റ് കിട്ടിയിട്ടുള്ള ആളുടെ പേര് സ്വർണ്ണ നിറത്തിലുള്ള അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ടാകും. My oldest sister, Rosie, had won the jacket a few years back and I fully expected to also. എൻ്റെ മൂത്ത സഹോദരി റോസി കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ആ ജാക്കറ്റ് നേടിയിട്ടുണ്ടായിരുന്നു. ഞാനും അത് നേടുമെന്ന് പൂർണ്ണമായും പ്രതീക്ഷിച്ചിരുന്നു. I was 14 and in the 8th grade. എനിക്ക് 14 വയസ്സായിരുന്നു പ്രായം. ഞാൻ 8ാം ക്ലാസ്സിലായിരുന്നു പഠിച്ചിരുന്നത്. I had been a straight A student since the first grade and this last year had looked forward very much to owning that jacket. 1ാം ക്ലാസ് മുതൽ ഇതുവരെയും ഞാനൊരു A ഗ്രേഡ് വിദ്യാർത്ഥിനിയായിരുന്നു. അതായത് വൺ ഓഫ് ദി ബെസ്റ്റ് സ്റ്റുഡൻ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷം ഞാൻ ആ ജാക്കറ്റ് സ്വന്തമാക്കാൻ വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരുന്നു. My father was a farm laborer who couldn't earn enough money to feed 8 children. എൻ്റെ അച്ഛൻ ഒരു കർഷക തൊഴിലാളിയായിരുന്നു. 8 കുട്ടികളുടെ വിശപ്പടക്കാനുള്ള പണമൊന്നും സമ്പാദിക്കാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നില്ല. So when I was 6, I was given to my grandparents to raise. അങ്ങനെ എനിക്ക് 6 വയസ്സുള്ളപ്പോൾ എന്നെ വളർത്താനായിട്ട് എൻ്റെ മുത്തച്ഛനെയും മുത്തശ്ശിയെയും ഏൽപ്പിച്ചിരുന്നു. We couldn't participate in sports at school because there were registration fees, uniform costs and trips out of town. രജിസ്ട്രേഷൻ ഫീയും അതുപോലെ യൂണിഫോമിൻ്റെ ചെലവുകളും നഗരത്തിന് പുറത്തുള്ള യാത്രകളുമൊക്കെ ഉള്ളതിനാൽ ഞങ്ങൾക്ക് സ്കൂളിലെ സ്പോർട്സിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. So even though our family was quite agile and athletic, there would never be a school sports jacket for us. അതിനാൽ തന്നെ ഞങ്ങളുടെ കുടുംബം വളരെ ഊർജ്ജസ്വലരും അതുപോലെ അത്ലറ്റിക് കായികക്ഷമതയൊക്കെ ഉള്ളവരായിരുന്നെങ്കിലും ഞങ്ങൾക്കൊരു സ്കൂൾ സ്പോർട്സ് ജാക്കറ്റ് ഉണ്ടായിരുന്നില്ല. ഹിയർ അജൈൽ മീൻസ് ഊർജ്ജസ്വലമായ, അതായത് ഉത്സാഹമുള്ള അല്ലെങ്കിൽ വേഗത്തിൽ ചലിക്കാൻ കഴിവുള്ള. This one, the scholarship jacket, was our only chance.
അതിനാൽ തന്നെ ഈ സ്കോളർഷിപ്പ് ജാക്കറ്റാണ് ഞങ്ങളുടെയൊക്കെ ഒരേ ഒരു അവസരം അല്ലെങ്കിൽ പ്രതീക്ഷ. ഇൻ മെയ്, ക്ലോസ് ടു ഗ്രാജുവേഷൻ, സ്പ്രിംഗ് ഫീവർ ഹാഡ് സ്ട്രക്ക് us usual with a vengeance. മെയ് മാസത്തിൽ ഞങ്ങളുടെ ഗ്രാജുവേഷൻ അടുത്തിരിക്കുന്ന സമയത്ത് സ്പ്രിംഗ് ഫീവർ വന്നു. പതിവ് പോലെ ശക്തമായി വന്നു. ഹിയർ സ്പ്രിംഗ് ഫീവർ മീൻസ് എ ഫീലിംഗ് ഓഫ് റെസ്റ്റ്ലെസ്നെസ് ആൻഡ് എക്സൈറ്റ്മെൻറ്റ് ഫെൽറ്റ് അറ്റ് ദ ബിഗിനിങ് ഓഫ് സ്പ്രിംഗ്. അതായത് വസന്തകാലത്തിൻ്റെ തുടക്കത്തിൽ അനുഭവപ്പെടുന്ന ഒരു അസ്വസ്ഥത. ആൻഡ് വെഞ്ചിയൻസ് ഹിയർ മീൻസ് സ്ട്രോങ്ലി ഓർ വിഗ്രസ്ലി, ശക്തമായി. നോ വൺ പെയ്ഡ് എനി അറ്റൻഷൻ ഇൻ ക്ലാസ്. ആരും ക്ലാസ്സിൽ ശ്രദ്ധിച്ചില്ല. ഇൻസ്റ്റെഡ് വി സ്റ്റാർട്ടഡ് ഔട്ട് ഓഫ് ദ വിൻഡോസ് ആൻഡ് അറ്റ് ഈച്ച് അതർ വാണ്ടിങ് ടു സ്പീഡ് അപ്പ് ദ ലാസ്റ്റ് ഫ്യൂ വീക്സ് ഓഫ് സ്കൂൾ. എന്നാൽ അതിനു പകരം ഞങ്ങളാകട്ടെ സ്കൂളിൻ്റെ അവസാനത്തെ ഏതാനും ആഴ്ചകൾ വേഗത്തിലാക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ജനലുകൾക്ക് പുറത്തേക്ക് നോക്കിയിരിക്കുകയോ അല്ലെങ്കിൽ ഞങ്ങൾ തന്നെ പരസ്പരം നോക്കിയിരിക്കുകയോ ഒക്കെ ചെയ്തു. I despaired every time I looked in the mirror. കണ്ണാടിയിൽ നോക്കുമ്പോഴെല്ലാം എനിക്ക് നിരാശയായി. പെൻസിൽ തിൻ, നോട്ട് എ കർവ് എനിവേർ. പെൻസിൽ പോലെ മെലിഞ്ഞതും ഒരു കേർവ് പോലും, ഒരു വളവ് പോലും, അതായത് ഒരു ഷേപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് വിഷമിച്ചു. I was called bean pole and string bean and I knew that's what I looked like. എന്നെ എല്ലാവരും ബീൻ പോൾ, സ്ട്രിങ് ബീൻ എന്നൊക്കെ വിളിച്ചു. മാത്രമല്ല എന്നെ കാണാൻ അതുപോലെയൊക്കെയാണെന്ന് എനിക്കും അറിയാമായിരുന്നു. ബീൻ പോൾ മീൻസ് ബീൻ ചെടികളെയൊക്കെ, അതായത് നമ്മുടെ പയറു ചെടികളെയൊക്കെ സപ്പോർട്ട് ചെയ്ത് നിർത്തുന്ന വടി. പിന്നെ സ്ട്രിങ് ബീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീണ്ട പയർ. അപ്പം നമ്മുടെ കഥാകാരിനെ അവർ മെലിഞ്ഞ് നീണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ബീൻ പോൾ, അതുപോലെ സ്ട്രിങ് ബീൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആൾക്കാർ കളിയാക്കുന്നത്. That really wasn't much for a 14-year-old to work with, I thought, as I absent-mindedly wandered from my history class to the gym. എൻ്റെ ഹിസ്റ്ററി ക്ലാസ്സിൽ നിന്ന് ജിം ക്ലാസ്സിലേക്ക് ഞാനിങ്ങനെ അശ്രദ്ധമായിട്ട് അലഞ്ഞു തിരിഞ്ഞ് നടക്കുമ്പോൾ ഒരു 14 വയസ്സ് മാത്രം പ്രായമുള്ള ഞാൻ ഇങ്ങനെയുള്ള കളിയാക്കലുകളൊന്നും തലയ്ക്ക് കൊടുക്കേണ്ട കാര്യമില്ല എന്ന് അവൾ ചിന്തിച്ചു. Another hour of sweating in basketball and displaying my toothpick legs was coming up. ബാസ്കറ്റ്ബോൾ കളിച്ച് വിയർക്കുകയും ടൂത്ത് പിക്ക് പോലുള്ള എൻ്റെ കാലുകൾ പ്രദർശിക്കപ്പെടാൻ പോകുന്നതുമായിട്ടുള്ള മറ്റൊരു പീരീഡായിരുന്നു വരാനിരുന്നത്. Then I remembered my PE shorts were still in a bag under my desk where I had forgotten them. അപ്പോഴാണ് ഞാൻ ഓർത്തത്, എൻ്റെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ ഷോർട്സ് ഇപ്പോഴും ഡെസ്കിന് താഴെ ബാഗിൽ ഞാൻ മറന്നു വെച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം ഞാൻ അപ്പോഴാണ് ഓർത്തത്. I had to walk all the way back and get them. ഇനിയിപ്പോൾ അത് എടുക്കാനായിട്ട് ഞാൻ വന്ന ദൂരം അത്രയും തിരിച്ചു നടക്കണമായിരുന്നു. Coach Thompson was a real bear if someone wasn't dressed for PE. ആരെങ്കിലും PE, that is ഫിസിക്കൽ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ആരെങ്കിലും വസ്ത്രം ധരിച്ചില്ലെങ്കിൽ കോച്ച് തോംസൺ ഒരു യഥാർത്ഥ കരടിയായിരുന്നു. നല്ല സ്ട്രിക്റ്റ് ആയിരുന്നു. ഷി ഹാഡ് സെഡ് ഐ വാസ് എ ഗുഡ് ഫോർവേഡ് ആൻഡ് ഈവൻ ട്രൈഡ് ടു ടോക്ക് ഗ്രാൻഡ്മാ ഇൻടു ലെറ്റിംഗ് മീ ജോയിൻ ദ ടീം വൺസ്. ഞാനൊരു നല്ല ഫോർവേഡ് ആണെന്ന്, അതായത് ഒരു മുൻനിര കളിക്കാരിയാണെന്ന് കോച്ച് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഒരിക്കൽ എന്നെ ടീമിൽ ചേരാൻ അനുവദിക്കാൻ വേണ്ടിയിട്ട് മുത്തശ്ശീൻ്റെ അടുത്ത് സംസാരിച്ച് സമ്മതിപ്പിക്കാൻ പോലും അവർ ശ്രമിച്ചിരുന്നു. ആൻഡ് ഓഫ് കോഴ്സ് ഗ്രാൻഡ്മാ സെഡ് നോ. തീർച്ചയായും മുത്തശ്ശി നോ പറഞ്ഞു. പറ്റില്ല എന്ന് തന്നെ പറഞ്ഞു മുത്തശ്ശി. I was almost back at my classroom door when I heard voices raised in anger as if in some sort of argument. ഞാൻ ഏകദേശം എൻ്റെ ക്ലാസ് റൂമിൻ്റെ വാതിലിനടുത്ത് എത്തിയപ്പോഴാണ് ഒരു തരം ആർഗ്യുമെൻ്റ് പോലെ, അതായത് തർക്കം അല്ലെങ്കിൽ വാദപ്രതിവാദം പോലെ ദേഷ്യത്തിലുയരുന്ന ശബ്ദങ്ങൾ ഞാൻ കേട്ടത്. I stopped. ഇത് കേട്ട് ഞാൻ അവിടെ നിന്നു. I didn't mean to eavesdrop. ഞാനത് ഒളിഞ്ഞു കേൾക്കാനൊന്നും ഉദ്ദേശിച്ചില്ല. I just hesitated, not knowing what to do. എന്ത് ചെയ്യണമെന്നറിയാതെ
മടിച്ചു നിൽക്കുകയാണ് ഞാൻ ചെയ്തത്. ഹിയർ eavesdrop മീൻസ് സീക്രറ്റ്ലി ലിസൺ ടു എ കോൺവെർസേഷൻ. ദാറ്റ് ഈസ് ഒരു സംഭാഷണം രഹസ്യമായിട്ട് കേൾക്കുക. ആൻഡ് ഹെസിറ്റേറ്റ് മീൻസ് മടിക്കുക. ഐ നീഡഡ് ദോസ് ഷോർട്സ്. എനിക്ക് ആ ഷോർട്സ് ആവശ്യമായിരുന്നു. ആൻഡ് ഐ വാസ് ഗോയിങ് ടു ബി ലേറ്റ്. ഞാൻ വൈകാൻ പോവുമായിരുന്നു ജിം ക്ലാസ്സിലെത്താനായിട്ട്. ബട്ട് ഐ ഡിഡൻറ്റ് വാണ്ട് ടു ഇൻറ്ററപ്റ്റ് ആൻ ആർഗ്യുമെൻറ്റ് ബിറ്റ്വീൻ മൈ ടീച്ചേഴ്സ്. പക്ഷേ എൻ്റെ അധ്യാപകർ തമ്മിലുള്ള തർക്കം ഇൻറ്ററപ്റ്റ് ചെയ്യാൻ, തടസ്സപ്പെടുത്താൻ ഞാൻ ആഗ്രഹിച്ചില്ല. സോ ഇവിടെ അധ്യാപകർ തമ്മിലാണ് കേട്ടോ ആർഗ്യുമെൻറ്റ് നടക്കുന്നത്. ഐ റെക്കഗ്നൈസ് ദ വോയിസസ്. മിസ്റ്റർ ഷ്മിത്ത്, മൈ ഹിസ്റ്ററി ടീച്ചർ, ആൻഡ് മിസ്റ്റർ ബോൺ, മൈ മാത്ത് ടീച്ചർ. അതാരുടെയൊക്കെ ശബ്ദമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. മിസ്റ്റർ ഷ്മിത്ത്, എൻ്റെ ഹിസ്റ്ററി ടീച്ചർ, ആൻഡ് എൻ്റെ മാത്സ് ടീച്ചറായ മിസ്റ്റർ ബൂണിൻ്റെയും ഒക്കെ ബഹളമായിരുന്നു ഞാൻ കേട്ടത്. ദി സെയിം ടു ബി ആർഗ്യൂയിങ് അബൌട്ട് മീ. അവരെന്നെക്കുറിച്ച് തർക്കിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഐ കുഡൻറ്റ് ബിലീവ് ഇറ്റ്. എനിക്കത് വിശ്വസിക്കാനായില്ല. ഐ സ്റ്റിൽ റിമെമ്പർ ദ ഫീലിംഗ് ഓഫ് ഷോക്ക് that rooted me flat against the wall as if I were trying to blend in with the graffiti written there. അധ്യാപകരുടെ തർക്കം കാരണം എനിക്ക് അനുഭവപ്പെട്ട ഞെട്ടൽ എൻ്റെ ക്ലാസ്സിലെ ചുമരിലുള്ള ചിത്രങ്ങളിലേക്ക് ഞാൻ അലിഞ്ഞു ചേരാൻ ശ്രമിക്കുന്നത് പോലെ എന്നെ ആ ചുമരിലേക്ക് നേരെ ഫ്ലാറ്റായിട്ട് പരത്തി അല്ലെങ്കിൽ നിശ്ചലമായി നിർത്തിയതായിട്ട് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ഗ്രാഫിറ്റി ഹിയർ മീൻസ് റൈറ്റിംഗ് ഓർ ഡ്രോയിങ് ഓൺ എ വാൾ. ചുമരെഴുത്ത് അല്ലെങ്കിൽ ചുവരിൽ വരയ്ക്കുന്ന ചിത്രം. ഐ റെഫ്യൂസ് ടു ഡു ഇറ്റ്. ഞാനത് ചെയ്യാൻ വിസമ്മതിച്ചു. ഐ ഡോണ്ട് കെയർ ഹൂ ഹെർ ഫാദർ ഈസ്. അവളുടെ അച്ഛൻ ആരാണെന്നുള്ളത് എനിക്ക് പ്രശ്നമല്ലായിരുന്നു. ഹെർ ഗ്രേഡ്സ് ഡോണ്ട് ഈവൻ ബിഗിൻ ടു കമ്പയർ ടു മാർത്താസ്. അവളുടെ ഗ്രേഡുകൾ മാർത്തയുടെ ഗ്രേഡ്സ് ആയിട്ട് താരതമ്യം ചെയ്യുന്നതിൻ്റെ അടുത്ത് പോലും എത്തുന്നില്ല. ഐ വോണ്ട് ലൈ ഓർ ഫാൾസിഫൈ റെക്കോർഡ്സ്. കളവ് പറയാനോ റെക്കോർഡ്സ് ഫാൾസിഫൈ ചെയ്യാനോ, അതായത് റെക്കോർഡുകൾ തിരുത്താനോ ഞാൻ റെഡിയല്ല. മാർത്ത ഹാസ് എ സ്ട്രെയിറ്റ് A+ ആവറേജ് ആൻഡ് യു നോ ഇറ്റ്. മാർത്തയ്ക്ക് ഏറ്റവും ഉയർന്ന A+ ഗ്രേഡ് ഉണ്ട്. ആൻഡ് നിങ്ങൾക്കത് അറിയുകയും ചെയ്യാം. ദാറ്റ് വാസ് മിസ്റ്റർ ഷ്മിത്ത്. അത് മിസ്റ്റർ ഷ്മിത്ത് ആയിരുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞത്. അദ്ദേഹം വളരെ ദേഷ്യപ്പെട്ടുകൊണ്ട് പറയുമായിരുന്നു. മിസ്റ്റർ ബൂൺസ് വോയിസ് സൗണ്ടഡ് കാം ആൻഡ് ക്വയറ്റ്. മിസ്റ്റർ ബൂണിൻ്റെ ശബ്ദം ശാന്തവും അതുപോലെ തന്നെ വളരെ താഴ്ന്ന സ്വരത്തിലാണ് അദ്ദേഹം സംസാരിച്ചത്. ലുക്ക്, ജുവാൻസ് ഫാദർ ഈസ് നോട്ട് ഓൺലി ഓൺ ദ ബോർഡ്, ഹി ഓൺസ് ദ ഓൺലി സ്റ്റോർ ഇൻ ടൗൺ. നോക്കൂ, ജുവാൻ്റെ അച്ഛൻ സ്കൂളിൻ്റെ ബോർഡ് മെമ്പർ മാത്രമല്ല, നമ്മുടെ ഈ പട്ടണത്തിലെ ഒരേ ഒരു സ്റ്റോർ അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥതയിലാണുള്ളത്. സോ ജുവാൻ്റെ അച്ഛന് അത്യാവശ്യം ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് നമുക്കിവിടെ മനസ്സിലാക്കാം. വി കുഡ് സേ ഇറ്റ് വാസ് എ ക്ലോസ് ടൈ ആൻഡ് നമുക്ക് ഈ മത്സരം ഒരു ക്ലോസ് ടൈ ആണെന്ന് പറയാം. സമനിലയിലാണ് ഇവരുടെ മത്സരം എത്തിച്ചേർന്നതെന്ന് പറയാം. The pounding in my ears drowned out the rest of the words. എൻ്റെ കാതുകളിലേക്ക് ശബ്ദം ഇടിച്ചു കയറിയപ്പോൾ ബാക്കിയുള്ള വാക്കുകളൊക്കെ മുങ്ങിപ്പോയി. Only a word here and there filtered through. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോ വാക്കുകൾ മാത്രമാണ് എൻ്റെ ചെവികളിലേക്ക് അരിച്ചിറങ്ങിയത്. അതായത് ഈ ടീച്ചേഴ്സിൻ്റെ കോൺവെർസേഷനൊക്കെ കേട്ടിട്ട് ആകെ ഞെട്ടിത്തരിച്ചിരിക്കുകയാണല്ലേ നമ്മുടെ മാർത്ത സെലീനാസ്. അപ്പോൾ ആ ഒരു ഷോക്ക് പിന്നീട് ടീച്ചേഴ്സ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡ്രൗണ്ട് ഔട്ട് ചെയ്തു, മുക്കിക്കളഞ്ഞു എന്നാണ് പറയുന്നത്. ഈ വലിയ വലിയ കാര്യങ്ങളൊക്കെ കേട്ട് സ്തബ്ധയായിട്ട് നിൽക്കുമ്പോൾ ബാക്കി വന്നിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോവുകയാണെന്നും അതുപോലെ ചില വാക്കുകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ടേ കേൾക്കാൻ സാധിച്ചുള്ളൂ എന്നൊക്കെ പറയുകയാണ് നമ്മുടെ കഥാകാരി ഇവിടെ. പൗണ്ടിങ് മീൻസ് സ്ട്രൈക്ക് ഓർ ഹിറ്റ്, ഇടിക്കുക. ഇവിടെ അവരുടെ ചെവികളിലേക്ക് ടീച്ചേഴ്സിൻ്റെ ശബ്ദം ആ ഒരു ബഹളം ആഞ്ഞടിച്ച് കയറി എന്നുള്ള മീനിങ്. ആൻഡ് ഫിൽറ്റേർഡ് ത്രൂ എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അരിച്ചിറങ്ങി വന്നു എന്നുള്ള മീനിങ് ആണ്. മാർത്ത ഈസ് മെക്സിക്കൻ.
മാർട്ട മെക്സിക്കനാണ്. റിസൈൻ ചെയ്യും മാർട്ട. വോണ്ട് ഡു ഇറ്റ്, അങ്ങനെയൊന്നും ചെയ്യില്ല എന്നിങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളം കേൾക്കാൻ തുടങ്ങി. ശബ്ദം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. മിസ്റ്റർ സ്മിത്ത് കെയിം റഷിങ് ഔട്ട്. മിസ്റ്റർ സ്മിത്ത് പെട്ടെന്ന് പുറത്തേക്ക് വന്നു. ആൻഡ് ലക്കിലി ഫോർ മീ വെന്റ് ഡൗൺ ദ ഓപ്പോസിറ്റ് വേ ടുവാർഡ്സ് ദ ഓഡിറ്റോറിയം. ഭാഗ്യത്തിന് ഞാൻ നിൽക്കുന്നതിന് എതിർദിശയിലേക്കായിട്ട് ഓഡിറ്റോറിയത്തിൽ നിന്ന് നേരെയാണ് അദ്ദേഹം ഇറങ്ങിയത്. സോ ഹി ഡിഡൻറ്റ് സീ മീ. അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്നെ കണ്ടില്ല. ഷേക്കിംഗ്, ഐ വെയിറ്റഡ് എ ഫ്യൂ മിനിറ്റ്സ് ആൻഡ് ദെൻ വെന്റ് ഇൻ ആൻഡ് ഗ്രാബ്ഡ് മൈ ബാഗ് ആൻഡ് ഫ്ലെഡ് ഫ്രം ദ റൂം. ഷേക്കിംഗ്, വിറച്ചുകൊണ്ട് ഞാൻ അവിടെ കുറച്ച് മിനിറ്റ്സ് കാത്തിരുന്നു. എന്നിട്ട് അകത്ത് നിന്ന് എൻ്റെ ബാഗ് ചാടി പിടിച്ചെടുത്തിട്ട് അവിടെ നിന്ന് ഓടിപ്പോയി ആ റൂമിൽ നിന്ന്. മിസ്റ്റർ ബൂൺ ലുക്ക്ഡ് അപ്പ് വെൻ ഐ കെയിം ഇൻ ബട്ട് ഡിഡൻറ്റ് സേ എനിത്തിങ്. ഞാൻ വന്നപ്പോൾ എൻ്റെ മാത്സ് ടീച്ചറായ മിസ്റ്റർ ബൂൺ തല ഉയർത്തി നോക്കിയെങ്കിലും ഒന്നും പറഞ്ഞില്ല. To this day, I don't remember if I got in trouble in PE for being late. PE പീരീഡിന് ഞാൻ വൈകി എത്തിയതിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യം ഈ ദിവസം വരെയും ഞാൻ ഓർക്കുന്നില്ല. Oh, how I made it through the rest of the afternoon. ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞെന്ന് ഉച്ചയ്ക്ക് ശേഷമുള്ള സമയം ഞാൻ എങ്ങനെ ചെലവഴിച്ചു എന്നുള്ള കാര്യം എനിക്ക് ഓർമ്മയില്ല. I went home very sad. ഞാൻ വളരെ സങ്കടത്തോടെ വീട്ടിലേക്ക് പോയി. And cried into my pillow that night so grandmother wouldn't hear me. എന്നിട്ട് എൻ്റെ മുത്തശ്ശി ഞാൻ കരയുന്നത് കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ തലയിണയിലേക്ക് മുഖം പൊത്തി കരഞ്ഞു. It seemed a cruel coincidence that I had overheard that conversation. ടീച്ചേഴ്സ് തമ്മിലുള്ള സംഭാഷണം ഞാൻ കേൾക്കാനിടയായത് ക്രൂരമായ ഒരു യാദൃച്ഛികതയായിട്ടാണ് എനിക്ക് തോന്നിയത്. കോയിൻസിഡൻസ് മീൻസ് വാട്ട്? യാദൃച്ഛികം അല്ലേ? അതായത് ഒരേ തരത്തിൽ അല്ലെങ്കിൽ ഒരേ സമയത്ത് സംഭവിക്കൽ. The next day, when the principal called me into his office, I knew what it would be about. പിറ്റേ ദിവസം പ്രിൻസിപ്പാൾ എന്നെ ഓഫീസിലേക്ക് വിളിച്ചപ്പോൾ അതെന്തിനാണെന്ന് എനിക്ക് അറിയാമായിരുന്നു. He looked uncomfortable and unhappy. അദ്ദേഹം അസ്വസ്ഥനും സന്തോഷമില്ലാത്തതുമായി കാണപ്പെട്ടു. I decided I wasn't going to make it any easier for him. അദ്ദേഹത്തിന് കാര്യങ്ങളെല്ലാം എളുപ്പമാക്കി കൊടുക്കാൻ പോകുന്നില്ലെന്ന് ഞാൻ തീരുമാനിച്ചുറപ്പിച്ചു. So I looked him straight in the eyes. അതുകൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലേക്ക് നേരെ നോക്കി നിന്നു. He looked away and fidgeted with the papers on his desk. ഇത് കണ്ട് അസ്വസ്ഥനായ പ്രിൻസിപ്പാളാകട്ടെ ദൂരേക്ക് നോക്കി. എന്നിട്ട് മേശപ്പുറത്തിരുന്നിരുന്ന പേപ്പേഴ്സ് എല്ലാം എടുത്തിട്ട് വെപ്രാളം കാണിക്കാൻ തുടങ്ങി. ഫിജറ്റ് മീൻസ് സ്വസ്ഥതയില്ലാതിരിക്കുക അല്ലെങ്കിൽ വെപ്രാളം കാട്ടുക. മാർട്ട, ഹി സെഡ്. മാർട്ട, അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു. There's been change in policy this year regarding the scholarship jacket. ഈ വർഷം നമ്മുടെ സ്കോളർഷിപ്പ് ജാക്കറ്റുമായി ബന്ധപ്പെട്ട നയത്തിൽ മാറ്റം വന്നിട്ടുണ്ട്. As you know, it has always been free. നിനക്കറിയാവുന്നതുപോലെ ഈ സ്കോളർഷിപ്പ് ജാക്കറ്റ് എല്ലായ്പ്പോഴും സൗജന്യമാണ്. He cleared his throat and continued. അദ്ദേഹം സംസാരിക്കുന്നത് കൂടുതൽ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ തൊണ്ട ഇടറിക്കൊണ്ട് പറഞ്ഞു. This year the board has decided to charge $15. ഈ വർഷം $15 ഈടാക്കാനാണ് നമ്മുടെ സ്കൂൾ ബോർഡ് തീരുമാനിച്ചിരിക്കുന്നത്. Which still won't cover the complete cost of the jacket. അതിപ്പോഴും മുഴുവൻ ചെലവും വഹിക്കില്ല. അതായത് ഈ $15 സ്കോളർഷിപ്പ് ജാക്കറ്റിൻ്റെ യഥാർത്ഥ വില മൊത്തം വഹിക്കുന്നൊന്നുമില്ല. അതായത് ആ ജാക്കറ്റിന് $15 വിലയുണ്ട്, എന്നാലും $15 ഒതുക്കാം എന്നുള്ള രീതിയിൽ പറയാണ് പ്രിൻസിപ്പാൾ. I stared at him in shock. ഞെട്ടലോടെ ഞാൻ അദ്ദേഹത്തിനെ തുറിച്ചു നോക്കി.
and a small sound of dismay escaped my throat. Dismay, പരിഭ്രമത്തിൻ്റെ ഒരു ചെറിയ ശബ്ദം എൻ്റെ തൊണ്ടയിൽ നിന്ന് പുറത്തു വന്നു. I hadn't expected this. ഞാനിതൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. He still avoided looking in my eyes. അദ്ദേഹം ഇപ്പോഴും എൻ്റെ കണ്ണുകളിലേക്ക് നോക്കാൻ വിസമ്മതിച്ചു. So if you are unable to pay the $15 for the jacket, it will be given to the next one in line. അതുകൊണ്ട് നിനക്ക് $15 നൽകാൻ കഴിയില്ല എങ്കിൽ അത് അടുത്ത വരിയിലുള്ള ഒരാൾക്ക് നൽകപ്പെടും. ലിസ്റ്റിലെ അടുത്ത ആൾക്ക് നൽകപ്പെടും. I didn't need to ask who that was. അതാരാണെന്ന് ചോദിക്കേണ്ട ആവശ്യം എനിക്കുണ്ടായിരുന്നില്ല. Standing with all the dignity I could master, I said, എനിക്ക് മാസ്റ്റർ ചെയ്യാവുന്ന, എനിക്ക് സംഭരിക്കാവുന്ന എല്ലാ ഡിഗ്നിറ്റിയോടും കൂടെ തന്നെ, അതായത് എല്ലാ മാന്യതയോടും കൂടെ നിന്നുകൊണ്ട് ഞാൻ പറഞ്ഞു, I'll speak my grandfather about it, sir, and let you know tomorrow. ഞാനിതിനെക്കുറിച്ച് എൻ്റെ മുത്തച്ഛനോട് സംസാരിക്കാം സർ, എന്നിട്ട് നാളെ തന്നെ നിങ്ങളെ അറിയിക്കാം. I cried on the walk home from the bus stop. ബസ് സ്റ്റോപ്പിൽ നിന്ന് വീട്ടിലേക്ക് നടക്കുമ്പോൾ ഞാൻ കരഞ്ഞു. The dirt road was a quarter mile from the highway. ഹൈവേയിൽ നിന്ന് 1/4 കിലോമീറ്റർ അകലെയായിരുന്നു മൺപാത ഉണ്ടായിരുന്നത്. So by the time I got home, my eyes were red and puffy. അതുകൊണ്ട് തന്നെ വീട്ടിലെത്തിയപ്പോഴേക്കും എൻ്റെ കണ്ണുകൾ ചുവന്നു തുടുത്തു വീർത്തിരുന്നു. പഫി മീൻസ് ചീർത്ത അല്ലെങ്കിൽ വീങ്ങിയ. Where is grandpa? I asked grandma. ഗ്രാൻഡ്പ എവിടെ എന്ന് ഞാൻ ഗ്രാൻഡ്മയോട് ചോദിച്ചു. Looking down at the floor so she wouldn't ask me why I had been crying. എങ്ങനെയാണ് ഗ്രാൻഡ്മയുടെ അടുത്ത് ചോദിച്ചത്? തറയിലേക്ക് നോക്കിക്കൊണ്ട്. താൻ എന്തിനാണ് കരയുന്നതെന്ന് ചോദിക്കാണ്ടിരിക്കാൻ തറയിലേക്ക് നോക്കിക്കൊണ്ടാണ് മുത്തശ്ശിയോട് ഗ്രാൻഡ്പേനെ ചോദിച്ചത്. She was sewing on a quilt as usual and didn't look up. മുത്തശ്ശി പതിവ് പോലെ ഒരു പുതപ്പിൽ തുന്നുകയായിരുന്നു. മാത്രമല്ല തല ഉയർത്തി നോക്കിയതും ഇല്ല. നല്ല ഡിസൈനൊക്കെ ആയിട്ട് അലങ്കരിച്ച പുതപ്പിനാണ് ക്വിൽറ്റ് എന്ന് പറയുക. I think he is back working in the bean field. ഗ്രാൻഡ്പ നമ്മുടെ ബീൻ ഫീൽഡിലാണെന്നാണ്, പയറൊക്കെ കുഴിച്ചിട്ടിരിക്കുന്ന വയലിലേക്ക് പോയതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. തുന്നിക്കൊണ്ട് ഗ്രാൻഡ്മ പറഞ്ഞു. I went outside and looked out at the fields. ഞാൻ പുറത്തേക്ക് ഇറങ്ങി വയലിലേക്ക് നോക്കി. There he was. അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു, ഗ്രാൻഡ്പ. I could see him walking between the rows. അദ്ദേഹം ആ ബീൻ ഫീൽഡിൻ്റെ വരികൾക്കിടയിലൂടെ നടക്കുന്നത് എനിക്ക് കാണാമായിരുന്നു. റോ മീൻസ് ലൈൻ, നിര അല്ലെങ്കിൽ വരി. His body bent over the little plants, hoe in hand. അദ്ദേഹം ആ ചെറിയ ചെടികൾക്ക് മുകളിലൂടെ തൻ്റെ ശരീരം കുനിച്ചു പിടിച്ചാണ് നടന്നിരുന്നത്. ഹോ ഇൻ ഹാൻഡ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൈക്കോട്ടും ഉണ്ടായിരുന്നു. I walked slowly out to him, trying to think how I could best ask him for the money. ഞാൻ എങ്ങനെ അദ്ദേഹത്തോട് പണം ചോദിക്കുമെന്ന് ആലോചിച്ചുകൊണ്ട് മെല്ലെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് നടന്നു. There was a cool breeze blowing. അവിടെ തണുത്ത കാറ്റ് വീശുന്നുണ്ടായിരുന്നു. And a sweet smell of mesquite fruit in the air. മാത്രമല്ല അന്തരീക്ഷത്തിൽ മെസ്കീറ്റ് ഫ്രൂട്ടിൻ്റെ മധുരമായ ഗന്ധവും ഉണ്ടായിരുന്നു. But I didn't appreciate it. പക്ഷേ ഞാൻ അതൊന്നും ആസ്വദിച്ചില്ല. മെസ്കീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർത്ത് അമേരിക്കൻ US-ലും മെക്സിക്കോയിലൊക്കെ ആയിട്ട് കണ്ടുവരുന്ന ഒരു പയറുവർഗ്ഗത്തിൽ പെട്ടിട്ടുള്ളൊരു മരമാണ്. അതിൻ്റെ തടിക്കും ഫ്രൂട്ടിനൊക്കെ നല്ല സ്വീറ്റ് സ്മെല്ലാണ് ഉണ്ടാവുക. I kicked at a dirt clod. ഞാനൊരു അഴുക്ക് മൺകട്ടയെ തൊഴിച്ചു, തട്ടിത്തെറിപ്പിച്ചു. ക്ലോഡ് മീൻസ് മൺകട്ട. I wanted that jacket so much.
ആ ജാക്കറ്റ് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. ഇറ്റ് വാസ് മോർ ദാൻ ജസ്റ്റ് ബീയിങ് എ valedictorian ആൻഡ് ഗിവിങ് എ ലിറ്റിൽ താങ്ക് യു സ്പീച്ച് ഫോർ ദ ജാക്കറ്റ് ഓൺ ഗ്രാജുവേഷൻ നൈറ്റ്. ബിരുദദാന രാത്രിയിൽ ജാക്കറ്റിന് വേണ്ടി ഒരു ചെറിയ നന്ദി പ്രസംഗം നടത്തുക എന്നതിലുപരിയായിരുന്നു ആ ആഗ്രഹം. It represented 8 years of hard work and expectation. അതിനുവേണ്ടി 8 വർഷത്തെ കഠിനാധ്വാനവും പ്രതീക്ഷയും ഞാൻ വച്ചു പുലർത്തിയിരുന്നു. I knew I had to be honest with grandpa. ഗ്രാൻഡ്പയോട് സത്യസന്ധത പുലർത്തണമെന്നുള്ളത് എനിക്കറിയാമായിരുന്നു. It was my only chance. അതെൻ്റെ ഒരേ ഒരു അവസരമായിരുന്നു, പണം കിട്ടാനുള്ള ഒരേ ഒരു അവസരം. He saw my shadow and looked up. എൻ്റെ നിഴൽ കണ്ടപ്പോൾ അദ്ദേഹം തലയുയർത്തി നോക്കി. He waited for me to speak. ഞാൻ സംസാരിക്കാനായിട്ട് അദ്ദേഹം കാത്തുനിന്നു. I cleared my throat nervously. ഞാൻ പേടിയോടെ എൻ്റെ തൊണ്ട വൃത്തിയാക്കി, ശബ്ദം ഒന്ന് ക്ലിയറാക്കി. And clasped my hands behind my back so he wouldn't see them shaking. എന്നിട്ട് എൻ്റെ കൈകൾ വിറയ്ക്കുന്നത് അദ്ദേഹം കാണാതിരിക്കാൻ ഞാൻ എൻ്റെ ബാക്കിലേക്ക് കൈകൾ മുറുകെ ചേർത്ത് പിടിച്ചു. ക്ലാസ്പ് എന്നിവിടെ ഉദ്ദേശിച്ചത് മുറുകെ കെട്ടിപ്പിടിക്കുക എന്നുള്ള മീനിങ്. ഗ്രാൻഡ്പാ, ഐ ഹാവ് എ ബിഗ് ഫേവർ ടു ആസ്ക് യു. ഗ്രാൻഡ്പാ, എനിക്ക് നിങ്ങളോടൊരു വലിയ ഉപകാരം ചോദിക്കാനുണ്ട്. ഐ സെഡ് ഇൻ സ്പാനിഷ്, ദ ഓൺലി ലാംഗ്വേജ് ഹി ന്യൂ. അദ്ദേഹത്തിന് അറിയാവുന്ന ഒരേ ഒരു ഭാഷയായ സ്പാനിഷിലാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. ഹി സ്റ്റിൽ വെയിറ്റഡ് സൈലൻ്റ്ലി. അദ്ദേഹം അപ്പോഴും നിശബ്ദനായി കാത്തിരുന്നു. ഐ ട്രൈഡ് അഗെയിൻ. ഞാൻ വീണ്ടും പറയാൻ ശ്രമിച്ചു. ഗ്രാൻഡ്പാ, മുത്തച്ഛ, ദിസ് ഇയർ ദ പ്രിൻസിപ്പൽ സെഡ് ദ സ്കോളർഷിപ്പ് ജാക്കറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ബി ഫ്രീ. പ്രിൻസിപ്പൽ പറഞ്ഞു ഈ വർഷം സ്കോളർഷിപ്പ് ജാക്കറ്റ് സൗജന്യമല്ലെന്ന്. ഇറ്റ്സ് ഗോയിങ് ടു കോസ്റ്റ് $15. അതിന് $15 ചിലവ് വരും. ആൻഡ് ഐ ഹാവ് ടു ടേക്ക് ദ മണി ഇൻ ടുമോറോ. മാത്രമല്ല എനിക്ക് നാളെ തന്നെ ആ പൈസ കൊണ്ടുപോകേണ്ടിയും വരും. അതർവൈസ് ഇറ്റ് വിൽ ബി ഗിവൺ ടു സമൺ എൽസ്. അല്ലെങ്കിൽ ആ ജാക്കറ്റ് മറ്റൊരാൾക്ക് നൽകപ്പെടും. ദ ലാസ്റ്റ് വേർഡ്സ് കെയിം ഔട്ട് ഇൻ എൻ ഈഗർ റഷ്. എൻ്റെ അവസാന വാക്കുകൾ, അതായത് ആ ജാക്കറ്റ് മറ്റൊരാൾക്ക് നൽകപ്പെടുമെന്നത് ഞാൻ പറഞ്ഞത് എൻ്റെ ആകാംക്ഷ കാരണം ചാടി പുറത്തു വന്നു പോയതാണ്, അറിയാതെ പറഞ്ഞു പോയതാണ്. പറയണമെന്ന് ഉദ്ദേശിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഗ്രാൻഡ്പാ സ്ട്രെയിറ്റൻഡ് അപ്പ് ടയേർഡ്ലി. ഗ്രാൻഡ്പാ ക്ഷീണിതനായി നിവർന്നു നിന്നു. ആൻഡ് ലീൻഡ് ഹിസ് ചിൻ ഓൺ ദ ഹോ ഹാൻഡിൽ. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ താടിയെല്ല് കൈക്കോട്ടിൻ്റെ പിടികളിലേക്കായിട്ട് ചായച്ചു വെച്ച് ഒരു സപ്പോർട്ട് കൊടുക്കുന്ന പോലെ നിന്നു. He looked out over the field that was filled with the tiny green bean plants. ചെറിയ പച്ച പയറുചെടികൾ നിറഞ്ഞു നിൽക്കുന്ന വയലിനു മുകളിലൂടെ അദ്ദേഹം നോക്കി. I waited desperately, hoping he would say I could have the money. അദ്ദേഹം എനിക്ക് പണം കിട്ടുമെന്ന് പറയുമെന്ന പ്രതീക്ഷയിൽ ഞാൻ ഡെസ്പറേറ്റ്ലി, നിരാശയോടെ കാത്തിരുന്നു. He turned to me and asked quietly. അദ്ദേഹം എൻ്റെ നേരെ തിരിഞ്ഞിട്ട് ശാന്തമായി ചോദിച്ചു, What does a scholarship jacket mean? ഒരു സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? I answered quickly. ഞാൻ വളരെ പെട്ടെന്ന് തന്നെ ഉത്തരം പറഞ്ഞു. Maybe there was a chance. ഒരു പക്ഷേ അദ്ദേഹം പണം തരാൻ ചാൻസ് ഉണ്ടെങ്കിലോ എന്ന് കരുതിയിട്ട് വേഗം ആൻസർ പറഞ്ഞു. It means you have earned it by having the highest grades for 8 years and that's why they are giving it to you. സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കഴിഞ്ഞ 8 വർഷം ഏറ്റവും ഉയർന്ന ഗ്രേഡ്സ് നിലനിർത്തിയതിൻ്റെ ഫലമായിട്ടാണ് അവർ നമുക്കത് തരുന്നത്. Too late I realized the significance of my words.
എൻ്റെ വാക്കുകളിലെ സിഗ്നിഫിക്കൻസ്, പ്രാധാന്യം റിയലൈസ് ചെയ്യാൻ, തിരിച്ചറിയാൻ ഞാൻ വളരെ വൈകിപ്പോയി. അതായത് കുറേ ഹാർഡ് വർക്ക് ചെയ്ത് മികച്ച ഗ്രേഡ്സ് അച്ചീവ് ചെയ്താൽ കിട്ടുന്ന ഒരു പ്രൈസ് ആണല്ലോ പേര് പോലെ തന്നെ ആ ഒരു സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്നുള്ളത്. അപ്പോഴാണ് ആ കഥാകാരി ചിന്തിക്കുന്നത് അത് വെറും ജാക്കറ്റ് അല്ല, സ്കോളർഷിപ്പ് ജാക്കറ്റ് ആണ് എന്നുള്ള തിരിച്ചറിവ് അപ്പോഴാണ് അവർക്ക് ഉണ്ടായത്. Grandpa knew that I understood it was not a matter of money. അത് പണത്തിൻ്റെ ഒരു കാര്യമല്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായെന്നുള്ള കാര്യം ഗ്രാൻഡ്പയ്ക്ക് പിടികിട്ടി. ഇറ്റ് വാസൻ ദാറ്റ്, ഇതായിരുന്നില്ല. പണം കൊടുത്തിട്ട് ആ സ്കോളർഷിപ്പ് ജാക്കറ്റ് വാങ്ങിക്കേണ്ട കാര്യമൊന്നുമില്ല. He went back to hoeing the weeds that sprang up between the delicate little bean plants. ഗ്രാൻഡ്പ ആകട്ടെ ഡെലിക്കേറ്റ്, അതിലോലമായ കുഞ്ഞു പയറുചെടികൾക്കിടയിൽ മുളച്ചു പൊന്തിയിട്ടുള്ള കളകൾ കൊയ്യാനായിട്ട് പോയി. ഹിയർ ഹോയിൻ മീൻസ് കൈക്കോട്ടായിട്ട് കൊത്തുക, കിളയ്ക്കുക അല്ലെങ്കിൽ കൊയ്യുക എന്നൊക്കെയുള്ള മീനിങ്. ആൻഡ് വീഡ് മീൻസ് കള, പാഴ്ചെടി, അതായത് പുല്ല്. ആൻഡ് സ്പ്രാങ് ഈസ് ദ പാസ്റ്റ് ടെൻസ് ഓഫ് സ്പ്രിങ്, മുളയ്ക്കുക. ആൻഡ് ഡെലിക്കേറ്റ് മീൻസ് മൃദുലമായ അല്ലെങ്കിൽ ലോലമായ. ഇറ്റ് വാസ് എ ടൈം കൺസ്യൂമിങ് ജോബ്. കള പറിക്കുന്നത് സമയമെടുക്കുന്ന ഒരു ജോലിയായിരുന്നു. സംടൈംസ് ദ സ്മോൾ ഷൂട്ട്സ് were right next to each other. ചിലപ്പോഴൊക്കെ ചെറിയ തളിര് ചെടികൾ പരസ്പരം നോക്കിക്കൊണ്ട് കളയുടെ അടുക്കലായിട്ടുണ്ടായിരുന്നു. സോ കള പറിക്കുമ്പോൾ ആ പയറിൻ്റെയൊക്കെ തളിരുകളും പറിച്ചു പോവാതെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട പണിയായിരുന്നു. ഷൂട്ട്സ് മീൻസ് തളിര്. Finally, he spoke again as I turned to leave crying. ഒടുവിൽ കരഞ്ഞുകൊണ്ട് ഞാൻ പോകാൻ തിരിഞ്ഞപ്പോൾ അദ്ദേഹം വീണ്ടും സംസാരിച്ചു. Then, if you pay for it, Martha, it's not a scholarship jacket, is it? പിന്നെ മാർത്ത, നിങ്ങൾ പണം നൽകുകയാണെങ്കിൽ ഇതൊരു സ്കോളർഷിപ്പ് ജാക്കറ്റ് അല്ല അല്ലേ? Tell your principal I'll not pay the $15. നിങ്ങൾ നിങ്ങളുടെ പ്രിൻസിപ്പാളിനോട് പറ, ഞാൻ $15 നൽകില്ല എന്ന് പറയൂ മാർട്ട. സോ ഗ്രാൻഡ്പയുടെ നിലപാട് വ്യക്തമാക്കി മാർട്ടേനോട്. I walked back to the house and locked myself in the bathroom for a long time. ഞാൻ തിരികെ വീട്ടിലേക്ക് നടന്നിട്ട് കുറേ നേരം കുളിമുറിയിൽ പൂട്ടിയിരുന്നു. I was angry with grandfather even though I knew he was right. ഗ്രാൻഡ്പയുടെ പാർട്ട് ശരിയായിരുന്നെങ്കിലും അദ്ദേഹം പറഞ്ഞതൊക്കെ ശരിയായിരുന്നെന്ന് അറിഞ്ഞിട്ടും എനിക്ക് അദ്ദേഹത്തോട് ദേഷ്യം തോന്നി. And I was angry with the board, whoever they were. ആൻഡ് ബോർഡിലുള്ളവരോടും സ്കൂൾ ബോർഡിലുണ്ടായിരുന്നവരോടും ഒക്കെ എനിക്ക് ദേഷ്യം തോന്നി. അവരാരൊക്കെ ആയിരുന്നാലും അവരോടും എനിക്ക് ദേഷ്യം തോന്നി. Why did they have to change the rules just when it was my turn to win the jacket? ജാക്കറ്റ് നേടാനുള്ള എൻ്റെ ഊഴം വന്നപ്പോൾ മാത്രമാണോ അവർക്ക് നിയമങ്ങൾ മാറ്റേണ്ടി വന്നത്? Those were the days of belief and innocence. വിശ്വാസത്തിൻ്റെയും നിഷ്കളങ്കതയുടെയും നാളുകളായിരുന്നു അത്. It was a very sad and withdrawn girl who dragged into the principal's office the next day. വളരെ ദുഃഖിതയായ ഒരു പെൺകുട്ടിയാണ് അടുത്ത ദിവസം പ്രിൻസിപ്പാളിൻ്റെ ഓഫീസിലേക്ക് വലിച്ചിഴക്കപ്പെട്ടത്. This time he did look at me in the eyes. ഇത്തവണ അദ്ദേഹം എൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. What did your grandfather say? എന്താ നിൻ്റെ ഗ്രാൻഡ്പ പറഞ്ഞത്? പ്രിൻസിപ്പാൾ ചോദിച്ചു. I sat very straight in my chair. ഞാൻ നേരെ എൻ്റെ കസേരയിലിരുന്നു. എന്നിട്ട് പറഞ്ഞു, He said to tell you he won't pay the $15. അദ്ദേഹം $15 തരില്ലെന്ന് നിങ്ങളോട് പറയാൻ പറഞ്ഞു. The principal muttered something I couldn't understand under his breath and walked over to the window. പ്രിൻസിപ്പാൾ
എനിക്ക് മനസ്സിലാകാത്ത എന്തോ ശ്വാസം മുട്ടി പിറുപിറുത്തുകൊണ്ട് ജനാലയ്ക്കരികിലേക്ക് നടന്നു. മട്ട മീൻസ് താഴ്ന്ന ശബ്ദത്തിൽ സംസാരിക്കുക അല്ലെങ്കിൽ പിറുപിറുക്കുക. ഹി സ്റ്റൂഡ് ലുക്കിംഗ് അറ്റ് സംതിങ് ഔട്ട്സൈഡ്. എന്നിട്ട് അദ്ദേഹം പുറത്തെന്തോ നോക്കി നിന്നു. ഹി ലുക്ക്ഡ് ബിഗർ ദാൻ യൂഷ്വൽ വെൻ ഹി സ്റ്റൂഡ് അപ്പ്. അദ്ദേഹം എഴുന്നേറ്റ് നിന്നപ്പോൾ പതിവിലും വലുതായാണ് കാണപ്പെട്ടത്. ഹി വാസ് എ ടോൾ ഗോണ്ട് മാൻ വിത്ത് ഗ്രേ ഹെയർ. അദ്ദേഹം ഒരു പൊക്കമുള്ള മെലിഞ്ഞ് ശോഷിച്ച നരച്ച മുടിയുള്ള ഒരു മനുഷ്യനായിരുന്നു. ഗോണ്ട് മീൻസ് തിൻ, മെലിഞ്ഞ. And I watched the back of his head while I waited for him to speak. അദ്ദേഹം സംസാരിക്കാനായി കാത്തിരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ തലയുടെ പിൻഭാഗം വീക്ഷിച്ചു. വൈ? എന്തുകൊണ്ട്? ഹി ഫൈനലി ആസ്ക്ഡ്. ഒടുവിൽ അദ്ദേഹം ചോദിച്ചു, യുവർ ഗ്രാൻഡ് ഫാദർ ഹാസ് ദ മണി. നിന്റെ ഗ്രാൻഡ് പേയുടെ കയ്യിൽ പണമുണ്ട്. ഹി ഓൺസ് എ 200 acre ranch. അദ്ദേഹത്തിന് 200 ഏക്കറോളം വരുന്ന കൃഷിയിടമാണ് സ്വന്തമായിട്ടുള്ളത്. റാഞ്ച് മീൻസ് കൃഷിയിടം അല്ലെങ്കിൽ കന്നുകാലികളെ മേയ്ക്കുന്ന പ്രദേശം. ഐ ലുക്ക്ഡ് അറ്റ് ഹിം ഫോഴ്സിങ് മൈ ഐസ് ടു സ്റ്റേ ഡ്രൈ. എൻ്റെ കണ്ണുകളെ വരണ്ടുണങ്ങാൻ നിർബന്ധിച്ചുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന് നോക്കി. അതായത് കണ്ണുകൾ നനയാതെ കരയാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിച്ചു എന്ന്. ഐ നോ സർ, ബട്ട് ഹി സെഡ് ഇഫ് ഐ ഹാഡ് ടു പേ ഫോർ ഇറ്റ് ദെൻ ഇറ്റ് വുഡൻറ്റ് ബി എ സ്കോളർഷിപ്പ് ജാക്കറ്റ്. എനിക്കറിയാം സർ, എന്നാൽ എനിക്ക് പണം നൽകേണ്ടി വന്നാൽ ഇതൊരു സ്കോളർഷിപ്പ് ജാക്കറ്റ് ആകില്ലല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞു. ഐ സ്റ്റൂഡ് അപ്പ് ടു ലീവ്. ഞാൻ പോകാനായി എഴുന്നേറ്റു. I guess you'll just have to give it to Juan. എനിക്ക് ഊഹിക്കാം, നിങ്ങൾക്ക് ആ സ്കോളർഷിപ്പ് ജാക്കറ്റ് ജുവാനിന് തന്നെ കൊടുക്കണമായിരിക്കും. I hadn't meant to say that. ഞാനത് പറയണമെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. It had just slipped out. അതെൻ്റെ വായിൽ നിന്ന് വഴുതിപ്പോന്നതാണ്. I was almost to the door when he stopped me. Martha, wait. അദ്ദേഹം എന്നെ മാർത്ത നിൽക്കൂ എന്ന് പറഞ്ഞ് എന്നെ തടയുമ്പോഴേക്ക് ഞാൻ ഏതാണ്ട് വാതിൽക്കൽ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. ഐ ടേൺഡ് ആൻഡ് ലുക്ക്ഡ് അറ്റ് ഹിം വെയിറ്റിംഗ്. ഞാൻ തിരിഞ്ഞ് അദ്ദേഹം എൻ്റെ അടുത്തേക്ക് വരാൻ വേണ്ടി നോക്കി കാത്തു നിന്നു. വാട്ട് ഡിഡ് ഹി വാണ്ട് നൗ? ഇനിയിപ്പോൾ അദ്ദേഹത്തിന് എന്താണ് വേണ്ടത്? എനിക്ക് ജാക്കറ്റ് കിട്ടില്ല എന്ന് ഉറപ്പായല്ലോ. I could feel my heart pounding loudly in my chest. എൻ്റെ നെഞ്ചിൽ ഹൃദയം ഉച്ചത്തിൽ മിടിക്കുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. Something bitter and vile tasting was coming up in my mouth. എൻ്റെ വായിൽ ബിറ്റർ, കയ്പുള്ളതും വൈൽ, അശുദ്ധമായതുമായ എന്തോ ഒരു രുചി വന്നുകൊണ്ടിരുന്നു. I was afraid I was going to be sick. എനിക്കെന്തോ അസുഖം വരാൻ പോവുകയാണോ എന്ന് ഞാൻ ഭയപ്പെട്ടു. ഐ ഡിഡൻറ്റ് നീഡ് എനി സിമ്പത്തി സ്പീച്ചസ്. എനിക്ക് ആരുടെയെങ്കിലുമൊക്കെ സഹതാപത്തിൻ്റെ പ്രസംഗങ്ങളൊന്നും ആവശ്യമില്ല. ഹി സൈഡ് ലൗഡ്ലി ആൻഡ് വെൻ ബാക്ക് ടു ഹിസ് ബിഗ് ഡെസ്ക്. പ്രിൻസിപ്പാൾ ഉച്ചത്തിൽ നെടുവേർപ്പിട്ടിട്ട് അദ്ദേഹത്തിൻ്റെ വലിയ ഡെസ്കിനടുത്തേക്ക് നടന്നു. ഹി വാച്ച്ഡ് മീ ബൈറ്റിംഗ് ഹിസ് ലിപ്പ്. അദ്ദേഹത്തിൻ്റെ ചുണ്ട് കടിച്ച് പിടിച്ചുകൊണ്ട് എന്നെ നോക്കി. ഓക്കെ, വിൽ മേക്ക് എൻ എക്സെപ്ഷൻ ഇൻ യുവർ കേസ്. ഓക്കെ, നിൻ്റെ കാര്യത്തിൽ ഞങ്ങളൊരു ഇളവ് തരാം. ഐ വിൽ ടെൽ ദ ബോർഡ്. ഞാൻ സ്കൂൾ ബോർഡ് മെമ്പേഴ്സിനോടൊക്കെ പറയാം. യു വിൽ ഗെറ്റ് യുവർ ജാക്കറ്റ്. നിനക്ക് നിൻ്റെ ജാക്കറ്റ് ലഭിക്കും. ഐ കുഡ് ഹാർഡ്ലി ബിലീവ് മൈ ഇയേഴ്സ്. എനിക്കെൻ്റെ കാതുകളെ വിശ്വസിക്കാനായില്ല. ഹാർഡ്ലി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു നെഗറ്റീവ് കോണോട്ടേഷനാണ്. അതെന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഐ കാൺ ഹാർഡ്ലി വെയിറ്റ്. എനിക്ക് കാത്തിരിക്കാനാവില്ല. കാൺട്ട് അല്ലെങ്കിൽ കുഡിൻറ്റ് കഴിയില്ല എന്നുള്ളൊരു മീനിങ് ആണ്.
അതുപോലെ തന്നെ ഹാർഡ്ലി പോലെ തന്നെ സ്കേഴ്സ്ലി, ബെയർലി തുടങ്ങിയവയ്ക്കൊക്കെ നെഗറ്റീവ് അർത്ഥമാണ് സൂചിപ്പിക്കുന്നത്. ഐ സ്പോക്ക് ഇൻ എ ട്രെംബ്ലിംഗ് റഷ്. തിരക്കിട്ട് വിറയ്ക്കുന്ന ശബ്ദത്തിലാണ് ഞാൻ സംസാരിച്ചത്. ഓ താങ്ക് യു സർ. ഓ നന്ദി സർ. സഡൻലി ഐ ഫെൽറ്റ് ഗ്രേറ്റ്. സർ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എനിക്ക് നല്ല സുഖം തോന്നി. ഐ ഡിഡ്ന്റ് നോ അബൌട്ട് അഡ്രീനലിൻ ഇൻ ദോസ് ഡേയ്സ്. ആ സമയത്തൊന്നും അഡ്രീനലിനെ കുറിച്ച് എനിക്ക് അറിയില്ലായിരുന്നു. അഡ്രീനൽ ഗ്ലാൻഡ്സ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോണാണ് അഡ്രീനലിൻ. ആങ്സൈറ്റി, സ്ട്രെസ്സൊക്കെ വരുമ്പോഴാണ് ഈ ഹോർമോൺ നമ്മളിൽ ഉണ്ടാകുന്നത്. ബട്ട് ഐ ന്യൂ സംതിങ് വാസ് പമ്പിങ് ത്രൂ മീ. പക്ഷേ എന്നിലൂടെ എന്തോ പമ്പ് ചെയ്യുന്നതായിട്ട്, അടിച്ചു കയറുന്നതായിട്ട് എനിക്ക് അറിയുന്നുണ്ടായിരുന്നു. മേക്കിംഗ് മീ ഫീൽ ആസ് ടോൾ ആസ് ദ സ്കൈ. അത് എന്നെ ആകാശത്തോളം ഉയരത്തിലെത്തിക്കുന്നതായിട്ട് തോന്നിച്ചു. ഐ വാണ്ടഡ് ടു യെൽ. എനിക്ക് ഉറക്കെ അലറണമായിരുന്നു. ജംപ്, ചാടണമായിരുന്നു. റൺ ദ മൈൽ, ആ സിറ്റുവേഷനിൽ നിന്ന് രക്ഷപ്പെടണമായിരുന്നു. ആൻഡ് ഡു സംതിങ്, എന്നിട്ട് എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമായിരുന്നു. എന്താ ചെയ്യാമെന്നറിയാത്ത ഒരവസ്ഥയായിരുന്നു. റൺ ദ മൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടു ബി എക്സ്ട്രീംലി അൺവില്ലിങ് ടു ബി ഇൻവോൾവ്ഡ്. അതായത് പേടിയൊക്കെ കാരണം ഒരു സാഹചര്യത്തിനെയോ അല്ലെങ്കിൽ ഒരു വ്യക്തിനെയോ ഒക്കെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നതിനെയാണ് റൺ ദ മൈൽ എന്ന ഇഡിയോമാറ്റിക് ഫ്രേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഐ റാൻ ഔട്ട് സോ ഐ കുഡ് ക്രൈ ഇൻ ദ ഹാൾ വേർ ദർ വാസ് നോ വൺ ടു സീ മീ. ഐ റാൻ ഔട്ട്, ഞാൻ പുറത്തേക്ക് ഓടി. എവിടേക്കാണ് ഓടിയത്? ആരും ഇല്ലാത്തൊരു ഹാളിലേക്ക്. അങ്ങനെയെങ്കിൽ എനിക്ക് ആരും കാണാതെ ഹാളിലിരുന്ന് കരയാം. എൻ്റെ കരച്ചിൽ കാണാൻ ആരും ഉണ്ടാവില്ല എന്ന ചിന്തയിലാണ് ഞാൻ ആ ഹാളിലേക്ക് ഓടിപ്പോയത്. അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ മിസ്റ്റർ ഷ്മിത്ത് winked at me and said, I hear you are getting the scholarship jacket this year. ആ ദിവസത്തിൻ്റെ അവസാനം മിസ്റ്റർ ഷ്മിത്ത്, ഈ വർഷം തനിക്കാണ് സ്കോളർഷിപ്പ് ജാക്കറ്റ് കിട്ടാൻ പോകുന്നതെന്ന് ഞാൻ കേട്ടല്ലോ എന്നെ നോക്കി കണ്ണിറുക്കി കാണിച്ചുകൊണ്ട് പറഞ്ഞു. ഹിസ് ഫേസ് ലുക്ക്ഡ് ആസ് ഹാപ്പി ആൻഡ് ഇന്നസെൻറ്റ് ആസ് എ ബേബീസ്, ബട്ട് ഐ ന്യൂ ബെറ്റർ. അദ്ദേഹത്തിൻ്റെ മുഖം ഇത് പറയുമ്പോൾ ഒരു കൊച്ചു കുഞ്ഞിൻ്റെ പോലെ സന്തോഷവും നിഷ്കളങ്കവുമായിരുന്നു. മാത്രമല്ല അദ്ദേഹത്തെക്കുറിച്ച് എനിക്ക് നന്നായി അറിയാമല്ലോ. അദ്ദേഹമാണല്ലോ എനിക്ക് വേണ്ടി കൂടുതലും ടീച്ചേഴ്സിൻ്റെ അടുത്ത് സംസാരിച്ചത്. ഹി വാസ് റിയലി ഹാപ്പി ഫോർ മീ. അത് അദ്ദേഹത്തിൻ്റെ മുഖത്ത് കാണായിരുന്നു. വിതൗട്ട് ആൻസറിങ് ഐ ഗേവ് ഹിം എ ക്വിക്ക് ഹഗ് ആൻഡ് റാൻ ടു ദ ബസ്. മറുപടി ഒന്നും പറയാതെ ഞാൻ അദ്ദേഹത്തെ ഒന്ന് ഹഗ് ചെയ്തിട്ട് എൻ്റെ ബസ്സിലേക്ക് ഓടിപ്പോയി. I cried on the walk home again, but this time because I was so happy. വീട്ടിലേക്കുള്ള നടത്തത്തിനിടയിൽ ഞാൻ വീണ്ടും കരഞ്ഞു. പക്ഷെ ഇത്തവണ ഞാൻ കരഞ്ഞത് സന്തോഷത്തിൻ്റെ കരച്ചിലായിരുന്നു. I couldn't wait to tell Grandpa and ran straight to the field. ഈ സന്തോഷം ഗ്രാൻഡ്പയോട് പറയാനായിട്ട് എനിക്ക് കാത്തിരിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ നേരെ വയലിലേക്ക് ഓടി. ഐ ജോയിൻഡ് ഹിം ഇൻ ദ റോ വേർ ഹി വാസ് വർക്കിംഗ്. അദ്ദേഹം പണിയെടുക്കുന്ന നിരയിൽ പണിയെടുക്കാൻ ഞാൻ അദ്ദേഹത്തോടൊപ്പം ചേർന്നു. ആൻഡ് വിതൗട്ട് സേയിങ് എനിത്തിങ് ഐ ക്രൗച്ച്ഡ് ഡൗൺ ആൻഡ് സ്റ്റാർട്ടഡ് പുള്ളിങ് അപ്പ് ദ വീഡ്സ് വിത്ത് മൈ ഹാൻഡ്സ്. എന്നിട്ട് ഒന്നും പറയാതെ കുനിഞ്ഞിരുന്നിട്ട് എൻ്റെ കൈകൾ കൊണ്ട് കളകൾ പറിച്ചെടുക്കാൻ തുടങ്ങി ഞാൻ. ക്രൗച്ച് മീൻസ് കുനിഞ്ഞിരിക്കാം. ഗ്രാൻഡ്പ വർക്ക്ഡ് അലോങ്സൈഡ് മീ ഫോർ എ ഫ്യൂ മിനിറ്റ്സ്. ഗ്രാൻഡ്പയും എൻ്റെ അടുത്ത് നിന്നിട്ട് കുറച്ച് മിനിറ്റ്സ് ജോലി ചെയ്തു. ആൻഡ് ഹി ഡിഡ്ന്റ് ആസ്ക് വാട്ട് ഹാഡ് ഹാപ്പൻഡ്. എന്താണ് സംഭവിച്ചതെന്നൊന്നും അദ്ദേഹം എന്നോട് ചോദിച്ചില്ല. ആഫ്റ്റർ ഐ ഹാഡ് എ ലിറ്റിൽ പൈൽ ഓഫ് വീഡ്സ് ബിറ്റ്വീൻ ദ റോസ് ഐ സ്റ്റൂഡ് അപ്പ് ആൻഡ് ഫേസ്ഡ് ഹിം. നിരകൾക്കിടയിലെ ചെറിയ കുറച്ച് കൂട്ടം കളകൾ എടുത്ത ശേഷം ഞാൻ എഴുന്നേറ്റിട്ട് അദ്ദേഹത്തെ ഫേസ് ചെയ്ത് നിന്നു. അദ്ദേഹത്തെ അഭിമുഖീകരിച്ച് നിന്നു. പൈൽ മീൻസ് ഹീപ്പ്, കൂട്ടം. ദ പ്രിൻസിപ്പാൾ സെഡ് ഹി ഈസ് മേക്കിംഗ് എൻ എക്സെപ്ഷൻ ഫോർ മീ. പ്രിൻസിപ്പാൾ പറഞ്ഞു
അദ്ദേഹം എനിക്കൊരു ഇളവ് തരാൻ പോകുകയാണെന്ന്. ഗ്രാൻഡ് പാ, ആൻഡ് ഐ ആം ഗെറ്റിംഗ് ദി ജാക്കറ്റ് ആഫ്റ്റർ ഓൾ. എല്ലാം കഴിഞ്ഞ് എനിക്ക് ആ ജാക്കറ്റ് കിട്ടാൻ പോവുകയാണ് ഗ്രാൻഡ് പാ. ദാറ്റ്സ് ആഫ്റ്റർ ഐ ടോൾ ഹിം വാട്ട് യു സെഡ്. താങ്കൾ പറഞ്ഞ കാര്യം ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞ ശേഷമാണ് ഇങ്ങനൊരു തീരുമാനം ഉണ്ടായിട്ടുള്ളത് ഗ്രാൻഡ് പാ. ഗ്രാൻഡ് പാ ഡിഡ്ന്റ് സേ എനിത്തിങ്. ഗ്രാൻഡ് പാ ഒന്നും പറഞ്ഞില്ല. ഹി ജസ്റ്റ് ഗേവ് മീ എ പാറ്റ് ഓൺ ദി ഷോൾഡർ ആൻഡ് എ സ്മൈൽ. അദ്ദേഹം എൻ്റെ ഷോൾഡറിൽ ഒരു തട്ട് തന്നിട്ട് പുഞ്ചിരിച്ചു. He pulled out the crumpled red handkerchief that he always carried in his back pocket and wiped the sweat off his forehead. എന്നിട്ട് അദ്ദേഹം എപ്പോഴും പുറകിലെ പോക്കറ്റിൽ കൊണ്ടു നടക്കാറുള്ള ക്രംപിൾഡ് ഹാൻഡ് കർച്ചീഫ്, ചുളിഞ്ഞ റെഡ് കളറിലുള്ള തൂവാല പുറത്തെടുത്തിട്ട് നെറ്റിയിലെ വിയർപ്പ് തുടച്ചു കളഞ്ഞു. ബെറ്റർ ഗോ സീ ഇഫ് യുവർ ഗ്രാൻഡ് മദർ നീഡ്സ് എനി ഹെൽപ്പ് വിത്ത് സപ്പർ. എന്നിട്ട് മുത്തച്ഛൻ പറയാണ്, ഇപ്പോൾ നിൻ്റെ ഗ്രാൻഡ്മയ്ക്ക് അത്താഴം ഉണ്ടാക്കാൻ എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടോ എന്ന് പോയി നോക്കുന്നത് നന്നായിരിക്കും. അദ്ദേഹം വളരെ കാമായിട്ട് പറയുകയാണ്. ഐ ഗേവ് ഹിം എ ബിഗ് ഗ്രിൻ. ഞാൻ അദ്ദേഹത്തിന് വലിയൊരു പരിഹാസച്ചിരി കൊടുത്തു. ഗ്രിൻ മീൻസ് സ്മൈൽ ബ്രോഡ്ലി, വലിയ ചിരി. നമ്മുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ, തമാശ രൂപേണ പറയുകയാണെങ്കിൽ പല്ലിളിച്ച് കാണിക്കാമെന്നൊക്കെയുള്ള മീനിങ്. ഹി ഡിഡ്ന്റ് ഫൂൾ മീ. പക്ഷെ അദ്ദേഹം എന്നെ അങ്ങനെ തമാശയ്ക്കൊന്നും ചെയ്തില്ല. അദ്ദേഹം എന്നെ കളിയാക്കിയിട്ടൊന്നുമില്ല. ഐ സ്കിപ്ഡ് ആൻഡ് റാൻ ബാക്ക് ടു ദ ഹൗസ് വിസ്ലിംഗ് സം സിലി ട്യൂൺ. ഞാൻ വിഷയം മാറ്റി ആ കാര്യങ്ങളൊക്കെ ഒഴിവാക്കി വിട്ടിട്ട് ഏതോ ഒരു ട്യൂൺ, ഒരു മ്യൂസിക് വിസിലടിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോയി. സോ ഗായ്സ്, നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞു. നിങ്ങൾക്ക് ഞാൻ എടുത്തിട്ടുള്ള 10th എല്ലാ ക്ലാസ്സുകളും കിട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ അക്കൗണ്ട് പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ എൻ്റെ അടുത്ത് കുറേ പേര് ഫോൺ നമ്പർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡൗട്ട്സ് ചോദിക്കാൻ വേണ്ടി. ഇങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നമ്മൾ നമ്പർ ഇടുന്നത് പോസിബിൾ അല്ല. സോ നിങ്ങൾക്ക് എൻ്റെ ബയോയിൽ കൊടുത്തിരിക്കുന്ന ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ ഫേസ്ബുക്ക് അക്കൗണ്ട്സിലേക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു നോട്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. താങ്ക് യു.